നമസ്കാരം. വാർത്താമഴയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ധവളപത്രത്തിൽ ലോക്സഭയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ മറുപടി പറയുകയാണ്. വസ്തുതകൾക്ക് നേരെ കണ്ണടയ്ക്കാനാകില്ലെന്നും 10 വർഷം കൊണ്ട് രാജ്യം നേടിയത് ജനങ്ങൾ അറിയണമെന്നും ചർച്ചയ്ക്കിടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ധവളപത്രം അവതരിപ്പിച്ചതെന്നും നിർമ്മല സീതാരാമൻ. ये सब से क्या फायदा हो रही है ग्राउंड में, ये भी हम समझना चाहिए. डिस्ट्रिक्ट मिनरल फंड से क्योंझार उड़ीसा में डिजिटल डिस्पेंसरी उड़ीसा में बनाया गया. एज अ रिजल्ट बेसिक हेल्थ केयर, टेलीमेडिसिन कंसल्टेशन, फ्री मेडिसिन सब उड़ीसा में डिस्ट्रिक्ट में, वो भी क्योंझार डिस्ट्रिक्ट में मिल रही है. सेकेंड सर, क्या तकलीफ है? ये क्या तकलीफ है सर? सुनिए ना. सेकंड, चाईबासा मॉडल आंगनवाड़ी सेंटर कंस्ट्रक्शन डीएमएफ के फंड से हुआ और उसको माल न्यूट्रिशन एड्रेस करने के लिए वेस्ट सिंहभूम डिस्ट्रिक्ट में बढ़िया काम हो रही है डिस्ट्रिक्ट मिनरल फंड के पैसा से. तीसरी, फाइनेंशियल ईयर ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. RK, ഇന്നലെയാണ് കോൺഗ്രസ് പ്രതിപക്ഷം നരേന്ദ്രമോദി സർക്കാരിനെതിരെ ബ്ലാക്ക് പേപ്പർ ഇറക്കുന്നത്. അതിന് പിന്നാലെ മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള ധവളപത്രവും പുറത്തിറക്കി ധനമന്ത്രി. ഇന്ന് അതിന്മേലുള്ള ചർച്ച നടക്കുമ്പോൾ രൂക്ഷമായ വിമർശനം ഉണ്ടാകുന്നുണ്ട് UPA സർക്കാരിന്. ഒപ്പം മറുപടി ഈ പ്രസംഗത്തിനിടയിൽ തന്നെ ഇടപെട്ട് പ്രതിപക്ഷം ചില കാര്യങ്ങളിൽ പ്രതിഷേധം ഉയർത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സഭയിൽ ഏത് നിലയിലാണ് ഈ ചർച്ച പുരോഗമിക്കുന്നത്? റൂൾ 342 അനുസരിച്ചിട്ടുള്ള ചർച്ചയാണ് സഭയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈകിട്ട് ധനമന്ത്രി ഇതിന് മറുപടി പറയും. ഇപ്പോൾ നടക്കുന്ന ചർച്ചയ്ക്ക് ആമുഖമായിട്ട് ധനമന്ത്രി സംസാരിച്ചു. ധനമന്ത്രി പറഞ്ഞത് ഈ 10 വർഷക്കാലത്തെ UPയുടെ 10 വർഷവും നരേന്ദ്രമോദി സർക്കാരിന്റെ 10 വർഷവും തമ്മിലുള്ള ഒരു വിലയിരുത്തലാണ് ധവളപത്രത്തിൽ നടത്തിയിരിക്കുന്നത്. വസ്തുതകൾ ജനങ്ങൾ അറിയണം. രാജ്യത്തെ പൗരന്മാർ ഇരുട്ടിന് മുന്നിൽ നിന്ന് യാഥാർത്ഥ്യങ്ങളെ സമീപിക്കേണ്ട ആവശ്യമില്ല. കണക്കുകൾ മുന്നിലുണ്ട്. UPA സർക്കാരിന്റെ കാലത്ത് ഉണ്ടായ ഭരണ നേട്ടങ്ങളും അതിന് സമാനമായിട്ടുള്ള കാര്യങ്ങളും NDA സർക്കാരിന്റെ കാലത്ത് അത് എത്രമാത്രമാണ് എന്നത് ഉൾപ്പെടെ പരിശോധിച്ചാൽ വ്യക്തമാകും. UPയുടെ കാലത്ത് ഉണ്ടായത് അഴിമതിയും കെടുകാര്യസ്ഥതയും മാത്രമാണ്. ധനവിനിയോഗത്തിൽ കെടുകാര്യസ്ഥത ഉണ്ടായി എന്നതിന് എല്ലാവിധത്തിലുള്ള തെളിവുകളും കണക്കുകൾ തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ കോൺഗ്രസ് ആ സർക്കാരിന് നേതൃത്വം നൽകിയിരുന്ന കോൺഗ്രസ് ലോകത്താകെ ഉണ്ടായ സാമ്പത്തിക മാന്ദ്യമാണ് ചൂണ്ടിക്കാട്ടിയത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ രാജ്യത്തുണ്ടായ അഴിമതികൾ ഈ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഭാഗമാണോ എന്ന് അവർ ചോദിക്കുന്നു. ഈ കോമൺവെൽത്ത് ഗെയിംസ് അടക്കമുള്ള അഴിമതികളാണ് ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആ വിധത്തിൽ ഏതെങ്കിലും ഒരു അഴിമതി സ്ഥാപിക്കപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ അഥവാ അങ്ങനെ ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നതിനടക്കം പ്രതിപക്ഷം മറുപടി പറയേണ്ടി വരും എന്നാണ് നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ അവർ സഭയിൽ ഉന്നയിച്ചിരിക്കുന്നു. ഏതായാലും പ്രതിപക്ഷം ഈ വിഷയത്തിൽ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പ്രതിപക്ഷവും അവരുടെ നിലപാട് വ്യക്തമാക്കും. വൈകിട്ട് ധനമന്ത്രി ഈ ചർച്ച ഉപസംഹരിച്ച് മറുപടി പറയും. ശരി RK, ഏതായാലും ഭരണപക്ഷം NDA സർക്കാർ പ്രതിരോധത്തിലായ ധനകാര്യ മാനേജ്മെന്റിനെതിരായ അല്ലെങ്കിൽ അതിലുള്ള വിമർശനങ്ങൾക്ക് ബ്ലാക്ക് പേപ്പറിനൊക്കെ മറുപടിയായാണ് ധവളപത്രം അതിലെ വിശദീകരിക്കുന്നത്. ഇപ്പോൾ ധനമന്ത്രി ഏതായാലും ആ ചർച്ച പുരോഗമിക്കുകയാണ്. ഇടപെട്ടുകൊണ്ട് പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. പല അവകാശവാദങ്ങളോടും അവർ പ്രതികരിക്കുന്നുണ്ട് സഭയിലും. കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രത്തിന് മറുപടിയുമായി കേരളം. നികുതി വിഹിതം കേന്ദ്രത്തിന്റെ ഔദാര്യമല്ലെന്ന് എതിർ സത്യവാങ്മൂലം. രാജ്യത്തിന്റെ മൊത്തം കടത്തിന്റെ 50% കേന്ദ്രത്തിന്റേത്. കടമെടുക്കാനുള്ള കേരളത്തിന്റെ അവകാശം നിഷേധിക്കുന്നത് വികസനം തടയുന്നതിന് തുല്യമാണെന്നും കേരളം സുപ്രീം കോടതിയിൽ. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. RK, സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെതിരെ, സാമ്പത്തികമായി ഞെരുക്കുന്നതിനെതിരെയായിരുന്നു കേരളത്തിന്റെ ഹർജി. ആ ഹർജിയിൽ സംസ്ഥാനത്തിന്റെ ധനകാര്യ മാനേജ്മെന്റിലെ വീഴ്ചകളാണ്, പിടിപ്പുകേടാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലമുണ്ടായിരുന്നു. അതിന് മറുപടിയായാണ് എതിർ സത്യവാങ്മൂലം കേരളം സമർപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ മൊത്തം കടത്തിന്റെ 50% കേന്ദ്രത്തിൻ്റെതാണെന്നും കടമെടുക്കാനുള്ള കേരളത്തിന്റെ അവകാശം നിഷേധിക്കുന്നത് വികസനം തടയുന്നതിന് തുല്യമാണെന്നും ഇപ്പോൾ കേരളം എതിർ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നു സുപ്രീം കോടതി. ആ വാർത്തയിലേക്ക് വരാം. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ദയാവധത്തിന് തയ്യാറെന്ന് ബോർഡ് വെച്ച ഇടുക്കിയിലെ വൃദ്ധ ദമ്പതികൾക്ക് സഹായവുമായി യൂത്ത് കോൺഗ്രസും BJPയും. മുടങ്ങിയ പെൻഷൻ കിട്ടുന്നതുവരെ യൂത്ത് കോൺഗ്രസ് 1600 രൂപ മാസം നൽകും. അരിയും പച്ചക്കറിയും BJP എത്തിച്ചു നൽകും.
നേരത്തെ ബോർഡ് മാറ്റണമെന്ന് CPIM പ്രാദേശിക നേതാക്കൾ ആവശ്യപ്പെട്ടതായി ദമ്പതികൾ പറഞ്ഞു. എന്നാൽ പെൻഷൻ തുക ലഭിക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന് ദമ്പതികൾ വ്യക്തമാക്കി. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, നേരത്തെ മറിയക്കുട്ടിയുടെയൊക്കെ സമരം കേരളമാകെ ചർച്ചയായതാണ്. ഭരണപക്ഷവും CPM ഒക്കെ ആകെ പ്രതിക്കൂട്ടിലായി സമരവുമായിരുന്നു. സമാനമായ നിലയിൽ തന്നെ ഇവിടെയും ഈ സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ CPM ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ വൃദ്ധ ദമ്പതികൾ അതിനോട് മുഖം തിരിക്കുകയും ചെയ്യുന്നു. കൃത്യമായി അത് കോൺഗ്രസും BJPയും അവരെ ഏറ്റെടുത്തുകൊണ്ട് ഈ സമരവുമായി മുന്നോട്ട് പോകാനുള്ള പിന്തുണ നൽകുകയാണോ? ഗോകുൽ, തീർച്ചയായിട്ടും എന്തായാലും ഈ പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രാദേശിക നേതാക്കൾ CPMന്റെ പ്രാദേശിക നേതാക്കൾ എത്തിയിരുന്നു എന്നുള്ളതാണ് ആ വൃദ്ധ ദമ്പതികൾ അറിയിക്കുന്നത്. പക്ഷേ പ്രതിഷേധ സമരം പെൻഷൻ കിട്ടുന്നതുവരെ തുടരും എന്നുള്ള നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രതിഷേധ സമരത്തിലേക്ക് കടന്നത് ഇന്നലെ രാവിലെ മുതലാണ്. അതായത് 6 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉള്ളതുകൊണ്ട് തന്നെ ഇവരുടെ നിത്യച്ചെലവുകൾ പോലും നടക്കുന്നില്ല. വലിയ പ്രതിസന്ധിയിലേക്ക് ഇവരുടെ ജീവിതം പോയി എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. ഇതിന് പിന്നാലെയാണ് ഇത്തരമൊരു പ്രതിഷേധം നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. എന്തായാലും ഇതിനെ ഒരു രാഷ്ട്രീയമായി തന്നെ യൂത്ത് കോൺഗ്രസും BJPയും കോൺഗ്രസും ഒക്കെ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് നമുക്ക് ബോധ്യമാവുകയും ചെയ്തതാണ്. ഇന്ന് രാവിലെ ഇത് വാർത്തയായതിനു ശേഷം യൂത്ത് കോൺഗ്രസിന്റെയും BJPയുടെ നേതാക്കൾ ഈ സംഭവ സ്ഥലത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം, വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് കൊടുത്ത ഒരു പെട്ടിക്കടയിലാണ് ഈ വൃദ്ധ ദമ്പതികളുടെ താമസം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കടയിൽ കച്ചവടത്തിനായി സാധനങ്ങളൊന്നുമില്ല, ആ സാധനങ്ങൾ മേടിക്കാൻ പോലും പണമില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോട് ചേർന്നാണ് ഈ കടയിരിക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും ഈ സംഭവം വാർത്തയായതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് എത്തി ഇവർക്ക് ഈ പെൻഷൻ, സർക്കാർ പെൻഷൻ കൊടുക്കുന്നത് വരെ 1600 രൂപ മാസം കൊടുക്കാം എന്നുള്ളൊരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല BJPയുടെ ആളുകൾ നേതൃത്വം എത്തി ഭക്ഷ്യക്കിറ്റ് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിൽ CPMന്റെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ നടക്കുന്നുണ്ട്. അതായത് ഇത് രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടി. കാരണം മറിയക്കുട്ടിയുടെയും അന്നയുടെയും പ്രതിഷേധ സമരം അത് കേരളം തന്നെ ചർച്ച ചെയ്താണ്. വലിയ തരത്തിലുള്ള ഒരു നാണക്കേട് CPMനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയും ചെയ്താണ്. അത്തരം ഒരു സാഹചര്യം വീണ്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം എന്തായാലും CPMന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ശരി, രാഹുൽ വിജയനാണ് ആ സമരത്തിന്റെ പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ പങ്കുവച്ചത്. കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രത്തിന് മറുപടിയുമായി കേരളം. നികുതി വിഹിതം കേന്ദ്രത്തിന്റെ ഔദാര്യമല്ലെന്നാണ് എതിർ സത്യവാങ്മൂലം. രാജ്യത്തിന്റെ മൊത്തം കടത്തിന്റെ 50% കേന്ദ്രത്തിന്റേത്. കടമെടുക്കാനുള്ള കേരളത്തിന്റെ അവകാശം നിഷേധിക്കുന്നത് വികസനം തടയുന്നതിന് തുല്യമാണെന്നും കേരളം സുപ്രീം കോടതിയിൽ. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റിലെ പിടിപ്പുകേടാണ്, അല്ലെങ്കിൽ മോശം ധനകാര്യ മാനേജ്മെന്റാണ് മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്ത വിധം രൂക്ഷമായ പ്രതിസന്ധി ഉണ്ടാക്കിയതെന്നായിരുന്നു കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലം. ഇപ്പോൾ എതിർ സത്യവാങ്മൂലത്തിൽ കേരളത്തിന്റെ വാദങ്ങൾ എന്തൊക്കെ? ഇതില് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കേരളത്തെ താരതമ്യപ്പെടുത്തരുത് എന്ന് കേരളം പറയുന്നുണ്ട്. ഒപ്പം രാജ്യത്തെ ഈ മൊത്തം കടത്തിന്റെ സ്ഥിതി വിവരം സംബന്ധിച്ച കാര്യം പരിശോധിച്ചാൽ 60% അത് കേന്ദ്ര സർക്കാരിന്റേതാണ് എന്ന വാദം സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം ഈ മറ്റു സംസ്ഥാനങ്ങളുടെ കടത്തിന്റെ തോത് നോക്കിയാലും കേരളം ഏറ്റവും ഭേദപ്പെട്ട നിലയിലാണ് തുടരുന്നത് എന്നാണ് സംസ്ഥാനത്തിന്റെ വാദം. രാജ്യത്തിനുള്ള മൊത്തം കടത്തിന്റെ ഏതാണ്ട് 1.75% മാത്രമാണ് കേരളത്തിന്റെ കടമെന്നും ഈ സത്യവാങ്മൂലം പറയുന്നുണ്ട്. കേരളം സമർപ്പിച്ച സത്യവാങ്മൂലം കേന്ദ്രത്തിന്റെ ധന മാനേജ്മെന്റിനെ രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് വിമർശിക്കുന്നത്. ഏകപക്ഷീയമാണ് ആ ധന മാനേജ്മെന്റ്. സങ്കുചിത താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രം ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. അമർത്യ സെന്നിന്റെ പേരും ഈ സത്യവാങ്മൂലത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അമർത്യ സെൻ ഉൾപ്പെടെയുള്ള വിദഗ്ധർ കേരള മോഡലിനെ പ്രശംസിച്ചിട്ടുണ്ടെന്നും ഈ സത്യവാങ്മൂലം വ്യക്തമാക്കുന്നുണ്ട്. ശരി, ഏതായാലും കേന്ദ്രത്തിന്റെ വാദങ്ങളെ ഖണ്ഡിക്കുവാനാണ് എതിർ സത്യവാങ്മൂലവുമായി കേരളം ഇപ്പോൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഏതായാലും കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിലും സാമ്പത്തികം വെഞ്ഞിരിക്കുന്നു എന്ന കേരളത്തിന്റെ ഹർജിയിലാണ് കേന്ദ്രത്തിന് മറുപടിയായി എതിർ സത്യവാങ്മൂലം ഇപ്പോൾ സംസ്ഥാനം സമർപ്പിച്ചിരിക്കുന്നത്. കലാപം തുടരുന്ന ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം തുടങ്ങി. നിലവിലെ സാഹചര്യം യോഗം വിലയിരുത്തുന്നു. ഭൂമി കയ്യേറിയെന്നാരോപിച്ച് ഒരു വിഭാഗത്തിന്റെ ആരാധനാലയവും മതപഠന സ്ഥാപനവും പൊളിച്ചതിന് പിന്നാലെയാണ് കലാപം തുടങ്ങിയത്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, സമാധാന പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഏത് നിലയ്ക്കാണ് പുരോഗമിക്കുന്നത്? കടുത്ത സുരക്ഷയിലാണ് ആ പ്രദേശമെന്ന് മനസ്സിലാക്കുന്നു. നിലവിലേതെങ്കിലും അക്രമ സംഭവങ്ങൾ ഇന്ന് അവിടെ ഉണ്ടായിട്ടുണ്ടോ?
ഗൂഗിൾ പുതുതായി ഒരു അക്രമ സംഭവം ഈ മേഖലയിൽ ഉണ്ടായിട്ടില്ല. ഹൽദ്വാനിയിൽ ഇന്നലെ വൈകിട്ടാണ് ഈ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. സർക്കാർ ഭൂമിയിൽ അനധികൃതമായി മതപഠനശാലയും ആരാധനാലയവും നിർമ്മിച്ചുവെന്ന് ആരോപിച്ചാണ് ഇന്നലെ ജില്ലാ ഭരണകൂടം ഇത് പൊളിച്ചു നീക്കിയത്. ഇതിനു പിന്നാലെ വലിയ സംഘർഷം രൂപപ്പെട്ടു. ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ വളരുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം വലിയ സംഘർഷമാണ് ഈ മേഖലയിൽ ഉണ്ടായത്. 4 പേർ കൊല്ലപ്പെട്ടു. അതോടൊപ്പം തന്നെ 250-ലധികം പേർക്ക് പരിക്കേറ്റു. ഇതിൽ 100-ലധികം പേർ പോലീസുകാരാണ്. നിലവിൽ ഇപ്പോൾ മേഖലയിലകത്ത് തന്നെ കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ച് സുരക്ഷ ഇപ്പോൾ കർശനമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആവശ്യമെങ്കിൽ കേന്ദ്ര സേനയെ വിന്യസിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഒരു നിലയിലേക്ക് കാര്യം വന്നു എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം സംഘർഷം എല്ലാം തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും സ്ഥിതിഗതികൾ വിലയിരുത്താനുള്ള ഉന്നത യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ചീഫ് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ DGPയും അടക്കമുള്ള ഉന്നത പോലീസ് സംഘം എല്ലാം തന്നെ ഈ സ്ഥലത്തെ ഇപ്പോഴത്തെ സാഹചര്യം നിരീക്ഷിച്ചു വരുന്നുണ്ട്. അതോടൊപ്പം കൂടുതൽ ഉന്നത പോലീസ് സംഘത്തെ മേഖലയാകെ വിന്യസിച്ചുകൊണ്ടാണ് സംഘർഷം വ്യാപിക്കാതിരിക്കാനുള്ള നടപടികൾ ഇപ്പോൾ തുടരുന്നത്. അതോടൊപ്പം കലാപകാരികളെ കണ്ടാൽ ഉടൻ വെടിവെക്കാനുള്ള നിർദ്ദേശവും ഇന്നലെ തന്നെ പുറപ്പെടുവിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെ നിലവിൽ ഇപ്പോൾ മറ്റ് പുതിയ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സംഘർഷം രൂപപ്പെട്ടതിന് പിന്നാലെ 4 പേരാണ് കൊല്ലപ്പെട്ടതും അതോടൊപ്പം 250 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഗൂഗിൾ ശരി, ഏതായാലും ഉത്തരാഖണ്ഡിൽ നിലവിൽ സംഘർഷ സാഹചര്യമില്ല. കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കനത്ത സുരക്ഷയിലാണ് ആ പ്രദേശമുള്ളത്. ഏതായാലും സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. മുഖ്യമന്ത്രി വിളിച്ച ചർച്ച പുരോഗമിക്കുകയാണ്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ. കേന്ദ്രമന്ത്രിമാരായ V മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ബിഷപ്പ് കുര്യാക്കോസ് ഭരണിക്കുളങ്ങരയും മേജർ ആർച്ച് ബിഷപ്പിനൊപ്പമുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയെ കണ്ടു. വളരെ കോർഡിയലായിട്ട് എന്നെ സ്വീകരിച്ചു. വളരെ ഹൃദ്യമായിട്ട് എന്നോട് സംസാരിക്കുകയും ചെയ്തു. പൊതുവെ ഹൃദ്യമായിട്ടുള്ള ഒരു സംഭാഷണം എന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു അജണ്ടയെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കേണ്ടി വന്നുമില്ല. ഗവൺമെൻറ് നിങ്ങളോട് എന്നും പരിഗണന കാണിക്കുമെന്നും പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. സഭയ്ക്ക് ആശങ്കയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടെങ്കിലും ഈ ചർച്ചയിൽ അതൊന്നും തന്നെ ഞങ്ങളെടുത്ത്, കാരണം അങ്ങനെയുള്ളൊരു കോണ്ടെക്സ്റ്റിലല്ല ഞങ്ങളുടെ ഈ സന്ദർശനം. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അച്യുതൻ, മേജർ ആർച്ച് ബിഷപ്പായി ചുമതലയേറ്റ ശേഷമുള്ള ഒരു സൗഹൃദ സന്ദർശനം എന്നതിനപ്പുറത്തേക്ക് മണിപ്പൂർ പോലെയുള്ള വിഷയങ്ങളൊന്നും ചർച്ചയായില്ല എന്നാണോ റാഫേൽ തട്ടിൽ പറയുന്നത്? തീർച്ചയായിട്ടും ഗോകുൽ, ഒരു സൗഹൃദ സംഭാഷണത്തിനപ്പുറത്തേക്ക് ഒരു അജണ്ട വെച്ചുകൊണ്ടുള്ള ഒരു സംഭാഷണം അത് ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പായിട്ടുള്ള റാഫേൽ തട്ടിലും ഒപ്പമുണ്ടായിരുന്ന ബിഷപ്പ് കുര്യാക്കോസ് ഭരണിക്കുളങ്ങരയും വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഈ ചുമതല ഏറ്റതിനു ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയാണ്. അത് സൗഹൃദപരമായിരുന്നു. കാരണം ഈ സമയം തേടിയപ്പോഴും യാതൊരു തരത്തിലുള്ള വിയോജിപ്പും ഉണ്ടാകാതെ പൂർണ്ണക്ഷണം ലഭിച്ചിരുന്നു. അങ്ങനെ ഏതാണ്ട് 25 മിനിറ്റോളമാണ് കൂടിക്കാഴ്ച പ്രധാനമന്ത്രിയുമായി ഈ പാർലമെന്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടന്നത്. സൗഹൃദപരമായിട്ടുള്ള സംഭാഷണം. ഒപ്പം തന്നെ ഈ ക്രൈസ്തവ വിഭാഗത്തിന്റെ ഏത് പ്രശ്നങ്ങളിലും വേണ്ട പരിഗണന അത് നൽകുമെന്നൊരു വാഗ്ദാനം കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്നതും അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മണിപ്പൂർ വിഷയമാണെങ്കിലും ഇനിയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും അതിലൊരു തരത്തിലും അത്തരം അജണ്ടകൾ ചർച്ച ചെയ്തിട്ടില്ല. ഇനി ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ അത് ഈ CBSEയുടെ സെല്ലാണ് തീരുമാനമെടുക്കേണ്ടത്. അതിൽ തനിക്കെടുക്കുവാൻ കഴിയില്ല എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ ചർച്ചയായിട്ടില്ല എന്ന് പറയുന്നു. അതേസമയത്ത് കേന്ദ്രം പറയുന്നത് പ്രധാനമന്ത്രി നൽകിയ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നൽകിയ ഉറപ്പ് അത് ക്രൈസ്തവ വിഭാഗങ്ങളുടെ ഏത് പ്രശ്നങ്ങളിലും ഒരു പരിഗണന അത് നൽകുമെന്നുള്ള കാര്യം കൂടി ഉറപ്പ് നൽകുന്നുണ്ട്. മറ്റ് വിഷയങ്ങളായിട്ടുള്ള ഈ ഏകീകൃത കുർബാന സംബന്ധിച്ചുള്ള വിഷയങ്ങളായിരുന്നാലും അതിലെല്ലാം തന്നെ പിന്നീട് പ്രതികരിക്കാം. താൻ ഇപ്പോൾ ചുമതല ഏറ്റതേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ട വിശദമായിട്ട് കൂടുതൽ പരിശോധിച്ച് അവരുമായി ചർച്ച നടത്തിയതിനു ശേഷമെല്ലാം പ്രതികരിക്കാമെന്നുമാണ് ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയ വിഷയമായിട്ടില്ല, പകരം ഒരു സൗഹൃദ സംഭാഷണത്തിൽ ഒതുങ്ങിയ ചർച്ചകളാണ് ഉണ്ടായിരുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഗോകുൽ ശരി, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് പ്രധാനമന്ത്രിയും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പുമായുള്ള കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. പാകിസ്ഥാനിൽ വോട്ടെണ്ണൽ മന്ദഗതിയിൽ. ലാഹോറിൽ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് വിജയിച്ചു. യസ്മീൻ റഷീദിനെ 55,000 വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത്. എന്നാൽ മൻഷേരയിൽ നവാസ് ഷെരീഫിന് വിജയിക്കാനായില്ല. നിലവിൽ നവാസ് ഷെരീഫിന്റെ PMLN 17 സീറ്റുകളിലാണ് വിജയിച്ചിരിക്കുന്നത്. PTI സ്വതന്ത്രർ 18 സീറ്റുകളിൽ വിജയിച്ചു. PPPക്ക് 15 സീറ്റുകൾ ലഭിച്ചു. നവാസ് ഷെരീഫിന്റെ മകൾ മറിയം നവാസും സഹോദരൻ ഷഹബാസ് ഷെരീഫും വിജയിച്ചിട്ടുണ്ട്. മെറിൻ മേരി ചാക്കോ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്ന വിവരങ്ങളുമായി.
മെറിൻ ആദ്യഘട്ടത്തിൽ PTI മുന്നിട്ട് നിൽക്കുമ്പോൾ സർക്കാർ രൂപീകരിക്കും എന്നതായിരുന്നു ഇമ്രാൻഖാന്റെ ട്വീറ്റ്, എക്സിൽ വന്ന പോസ്റ്റ്. ഇപ്പോൾ ആ നില മാറുന്നുണ്ടോ? എല്ലാവരും ഒപ്പത്തിനൊപ്പം വരുന്ന ഒരു ചിത്രത്തിലേക്ക് അവിടുത്തെ ഈ തെരഞ്ഞെടുപ്പ് ഫലം മന്ദഗതിയിലാണെങ്കിലും എത്തുന്നുണ്ടല്ലേ? ഗോകുൽ, പാകിസ്ഥാനിൽ വോട്ടെണ്ണൽ മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയാൻ സാധിക്കും. കാരണം പ്രധാന പോരാട്ടം ഇമ്രാൻഖാനും അതുപോലെ തന്നെ മുൻ പ്രധാനമന്ത്രി കൂടിയായ നവാസ് ഷെരീഫും തമ്മിലാണ്. 47 സീറ്റുകളിലെ തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് 17 സീറ്റുകളിലും PTI പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് 18 സീറ്റുകളിലും ബിലാവൽ ഭൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി 15 സീറ്റുകളിലുമാണ് വിജയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ നവാസ് ഷെരീഫ് 2 ഇടങ്ങളിലാണ് പ്രധാനമായും മത്സരിച്ചത്. പ്രവാസ ജീവിതത്തിന് ശേഷം തിരികെ വന്ന് 4 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം തിരികെ വന്നാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അദ്ദേഹം 2 ഇടങ്ങളിൽ മത്സരിച്ചിരുന്നു. അതിൽ ലാഹോറിൽ വിജയം കൈവച്ചിരിക്കുന്നു. യാസിൻ റഷീദിനെ 55,000 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് നവാസ് ഷെരീഫ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, മൻഷറിൽ അദ്ദേഹത്തിന് ജയിക്കാനായില്ല. പ്രധാനമായും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ വൈകുന്ന ഒരു സാഹചര്യമാണുള്ളത്. മാത്രമല്ല, മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കിയത് മൂലമാണ് ഈ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ വൈകുന്നതെന്നാണ് ആരോപണമുണ്ട്. ഇത് ഒരു അട്ടിമറി നീക്കമാണെന്നും ആരോപണമുണ്ട്. പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രമായുള്ള ഇമ്രാൻഖാന്റെ തെഹ്രീക്കെ ഇൻസാഫിന് മത്സരിക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ക്രിക്കറ്റ് ബാറ്റ് ഉപയോഗിക്കുന്നതിനും വിലക്കുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ PTI സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരുന്നത്. ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ 18 സീറ്റുകളിലാണ് ഇപ്പോൾ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വിജയം നേടിയിരിക്കുന്നത്. ഈ അട്ടിമറി സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ തന്റെ അനുയായികളോട് തെരഞ്ഞെടുപ്പ് സ്റ്റേഷനുകളിൽ നിൽക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഇമ്രാൻഖാൻ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. മാത്രമല്ല, എക്സിൽ അദ്ദേഹത്തിന്റെ സന്ദേശം പുറത്തു വന്നു. കാരണം ഒരാളുടെ സമയമാണെങ്കിൽ അതിനെ മറ്റൊന്നും തടുക്കാനാകില്ല, ഒരു സൈനിക ശക്തിക്കും തടുക്കാനാകില്ല. തങ്ങൾ സർക്കാർ രൂപീകരിക്കുമെന്ന് തന്നെയാണ് ഇമ്രാൻഖാൻ ഇപ്പോൾ എക്സിലൂടെ അദ്ദേഹത്തിന്റെ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, ഇത്ര വിപുലമായ രീതിയിൽ വോട്ട് രേഖപ്പെടുത്തിയ ജനങ്ങൾക്ക് അദ്ദേഹം നന്ദി കൂടി അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും പാകിസ്ഥാനിൽ വോട്ടെണ്ണൽ മന്ദഗതിയിൽ തന്നെയാണ് പുരോഗമിക്കുന്നത്. നിലവിൽ നവാസ് ഷെരീഫ് ഏതായാലും മറ്റ് സൈന്യത്തിന്റെ ഉൾപ്പെടെ പിന്തുണയുള്ള നവാസ് ഷെരീഫിനെ മറികടന്നുകൊണ്ട് ജയിലിൽ കിടക്കുന്ന ഇമ്രാൻഖാന്റെ പാർട്ടിയായ PTI, അതിന്റെ അനുയായികൾ അല്ലെങ്കിൽ അവരുടെ സ്വതന്ത്രർ ഭരണം പിടിക്കുമെന്നതാണ് ആകാംക്ഷ. ഏതായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. വളരെ മന്ദഗതിയിലാണ് അവിടെ നിന്നുള്ള തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ വരുന്നത്, ഇന്റർനെറ്റിന്റെ നിയന്ത്രണം ഉൾപ്പെടെ നിൽക്കുന്ന സാഹചര്യത്തിൽ. ഗുരുവായൂരിൽ ആനകളെ മർദ്ദിച്ച വിഷയത്തിൽ ദേവസ്വം ബോർഡിന് മുന്നറിയിപ്പുമായി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്. ദേവസ്വം അധികൃതർ നടപടി നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. ആനക്കോട്ടയിലെ CCTV ദൃശ്യങ്ങൾ കോടതി ആരാഞ്ഞു. പാപ്പാന്മാർക്കെതിരെ കേസെടുത്തുവെന്ന് സർക്കാർ കോടതി അറിയിച്ചു. S. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഇന്നലെ തന്നെ കോടതി അതിവേഗം ഈ വിഷയത്തിൽ ഇടപെടുകയുണ്ടായി. ഇന്ന് അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സസ്പെൻഷൻ കൊണ്ടൊന്നും തീരില്ല. അഡ്മിനിസ്ട്രേറ്റർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടിയിലേക്ക് നീങ്ങുമോ? അതിരൂക്ഷമായ വിമർശനവും അതോടൊപ്പം തന്നെ നടപടികളുമാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഈ കേസ് എടുത്തപാടെ കോടതി ചോദിച്ചത് ആനക്കോട്ടയുടെ ചുമതല ആർക്കാണെന്നും ആനകളെ മർദ്ദിച്ച സംഭവത്തിൽ ആർക്കൊക്കെതിരെ നടപടിയെടുത്തെന്ന് വ്യക്തമാക്കാനും ഗുരുവായൂർ ദേവസ്വത്തോട് ആരാഞ്ഞു. മാത്രമല്ല, ആനക്കോട്ടയിൽ നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ എന്ന് ഇന്ന് ഗുരുവായൂർ ദേവസ്വത്തോട് ചോദിച്ചു. മാനേജിംഗ് കമ്മിറ്റിക്ക് ഇതിൽ ഉത്തരവാദിത്വം വേണ്ടതല്ലേ എന്നും കോടതി ആരാഞ്ഞു. ആനകളുടെ സംരക്ഷണം സംബന്ധിച്ച് എല്ലാ ഉത്തരവും പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കോടതി നിർദ്ദേശിച്ചു. ആനകളോട് ക്രൂരമായി പെരുമാറുന്നവർക്കെതിരെ നടപടി വേണം. ഇരുമ്പ് തോട്ടി ഉപയോഗിച്ച് ആനയെ പീഡിപ്പിക്കുന്ന ഈ പാപ്പാന്മാർക്കെതിരെ കർശന നടപടിയെടുക്കാനും നിർദ്ദേശം നൽകി. എന്തായാലും ചൊവ്വാഴ്ച ഈ കേസ് വീണ്ടും പരിഗണിക്കും. അതിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി, S. ശ്രീകാന്താണ് വിവരങ്ങൾ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്ന്. ഭാരത് രത്ന പ്രഖ്യാപനം വരുന്നുണ്ട്. PV നരസിംഹറാവുവിന് ഭാരത് രത്ന പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം 3 പേർക്ക് കൂടി ചൗധരി ചരൺ സിംഗിനും ഭാരത് രത്ന ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. MS സ്വാമിനാഥനും ഭാരത് രത്ന. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ബൽറാം, അടുത്തടുത്ത ദിവസങ്ങളിലാണ് ഈ ഭാരത് രത്ന പ്രഖ്യാപനം വരുന്നത്. തെരഞ്ഞെടുപ്പിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഇതിനെ വിലയിരുത്തേണ്ടതുണ്ടോ? ഗോകുൽ, തീർച്ചയായും തിരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. 3 പേർക്ക് കൂടിയാണ് ഭാരത് രത്ന പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ 2 പേർ മുൻ പ്രധാനമന്ത്രിമാരാണ്. ആദ്യ പേർ എന്നുള്ളത് മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിൻ്റെതാണ്.
കർഷകരുടെ മിശിഹ എന്ന് വിളിപ്പേരുള്ള അദ്ദേഹത്തിന്റെ പാർട്ടി, അദ്ദേഹത്തിന്റെ പാരമ്പര്യമുള്ള RLDയുമായി BJP ഉത്തർപ്രദേശിൽ തിരഞ്ഞെടുപ്പ് സഖ്യം രൂപീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹത്തിന് ഭാരതരത്ന പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചെറുമകൻ ജയന്ത് ചൗധരിയുമായി BJP നടത്തിയ ചർച്ചകളിൽ ജയന്ത് ചൗധരി മുന്നോട്ട് വെച്ച ഉപാധികളിൽ ഒന്ന് ഇതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിന് ഭാരതരത്ന പുരസ്കാരം പ്രഖ്യാപിക്കണം എന്ന ഉപാധി അംഗീകരിച്ചുകൊണ്ട് ആ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. ഒപ്പം മറ്റ് 2 പേർ കൂടി ഉള്ളത് മുൻ പ്രധാനമന്ത്രി നരസിംഹറാവുവിൻ്റെതാണ്. കൂടാതെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥനും ഭാരതരത്ന പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നു. കൃത്യമായി തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഇതിനുണ്ട് എന്ന വിലയിരുത്തൽ തന്നെയാണ് പുറത്തു വരുന്നത്. നേരത്തെ പ്രഖ്യാപിച്ച 2 പേർ, കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന പുരസ്കാരം പ്രഖ്യാപിച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് ബീഹാറിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ഇടയാവുകയും അദ്ദേഹത്തിന്റെ ശിഷ്യൻ നിതീഷ് കുമാർ ഇന്ത്യ സഖ്യം ഉപേക്ഷിച്ചുകൊണ്ട് NDAയിൽ തിരിച്ചെത്തി ബീഹാറിൽ NDA സർക്കാർ രൂപീകരിക്കുകയും ചെയ്തത്. സമാനമായ ഒരു നീക്കം ചൗധരി ചരൺ സിംഗിന് ഭാരതരത്ന പുരസ്കാരം പ്രഖ്യാപിക്കുന്നതിലൂടെ ഉണ്ടായിരിക്കുന്നു. ഇന്ത്യ മുന്നണിയിലെ മറ്റൊരു സഖ്യകക്ഷി RLDയെ അടർത്തിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു BJPക്ക്. ശരി ബൽറാം, ഏതായാലും ഭാരതരത്ന പ്രഖ്യാപനത്തിൽ അതിൽ കൃത്യമായ രാഷ്ട്രീയം ഉണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. ചൗധരി ചരൺ സിംഗിന് ഭാരതരത്ന പ്രഖ്യാപിച്ചതിലുൾപ്പെടെ അത് RLDയുമായുള്ള ഒരു ബന്ധം, അത് ഇന്ത്യ മുന്നണിയിലെ RLDക്ക് അവരുടെ നേതാവിന് ഈ ഭാരതരത്ന പുരസ്കാരം നൽകുന്നതിലൂടെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം BJP മുന്നോട്ട് വെക്കുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതോടുകൂടി വാർത്താമഴ പൂർത്തിയാകുന്നു. ഇനി ഗുഡ് ആഫ്റ്റർനൂൺ കാണാം. TK രജിത്ത്. നമസ്കാരം.